ഇപ്പോൾ നമുക്ക് റാന്നിയിൽ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. നേരത്തെ നമ്മൾ പാലായിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ റാന്നിയിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് റാന്നി നഗരത്തിന് ഇപ്പോഴത്തെ അവസ്ഥ. പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് ആ ദൃശ്യങ്ങൾ. ഏകദേശം റാന്നി നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ വെള്ളത്തിലാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ആകാശ കാഴ്ച കാണാം. റാന്നി നഗരത്തിൽ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിലെ പല ഭാഗങ്ങളിലും പമ്പയിൽ നിന്ന് വെള്ളം കയറി ആകപ്പാടെ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഗതാഗതം ഏകദേശം റാന്നി നഗരത്തിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റാന്നിയിൽ ജസ്റ്റിൻ വാളക്കുഴി പകർത്തിയ ആകാശ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. റിപ്പോർട്ടറിന് വേണ്ടി ജസ്റ്റിൻ വാളക്കുഴി പകർത്തിയ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. റാന്നിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതേപോലെ പാലായിൽ നിന്നുള്ള ദൃശ്യങ്ങളും നമുക്ക് ആകാശ ദൃശ്യങ്ങൾ നമുക്ക് കൊടുക്കാം. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രവീൺ, ഇപ്പോൾ നമ്മൾ റാന്നിയിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട്. ജസ്റ്റിൻ വാളക്കുഴി പകർത്തിയ ദൃശ്യങ്ങളിൽ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ വളരെ വ്യക്തമാണ്. പലയിടങ്ങളിലും റോഡിലേക്ക് വെള്ളം കയറിയിട്ട് തോടുപോലെ റോഡ് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. റാന്നിയിൽ ഒരു ഭാഗത്ത് നോക്കൂ, വെള്ളം പൂർണ്ണമായിട്ടും തോടിൽ നിന്ന് പുഴയിൽ നിന്ന് റോഡിലേക്ക് കയറിയാണ് കിടക്കുന്നത്. ഏകദേശം ഒരു 500 മീറ്ററോളം ഭാഗത്ത് റോഡില്ല. അവിടെ റോഡിലൂടെ വെള്ളം മാത്രമാണ് കിടക്കുന്നത്. വീടിൻ്റെയൊക്കെ മുറ്റത്തേക്കൊക്കെ വെള്ളം കയറി കിടക്കുന്നത് കാണാം പലയിടങ്ങളിലും. എന്താണ് അവസ്ഥ ഇപ്പോൾ റാന്നിയിൽ? ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ പ്രവീൺ പുരുഷോത്തമൻ? വെള്ളം ഇറങ്ങിത്തുടങ്ങിയോ അതോ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണോ? അരുൺ, റാന്നിയിൽ ഇപ്പോഴും റോഡിലേക്ക് വെള്ളം കയറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു ആകാശ ദൃശ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ കഴിയും. റാന്നിയിലെ പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളും, അത് മാമുക്കാണെങ്കിലും ചെത്തോങ്കരയാണെങ്കിലും ഒപ്പം മർത്തോമ ആശുപത്രിയുടെ പരിസരമാണെങ്കിലും സെൻറ് മേരീസ് സ്കൂളിൻ്റെ പരിസരമാണെങ്കിലും അങ്ങനെ റാന്നി ടൗണിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങി എന്ന് തന്നെ പറയാം. വ്യാപാരികളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. വ്യാപാരികൾ ഇവിടെ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം ഓണക്കാലമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലും ഇറക്കിയിരുന്നത്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഒരു പ്രിന്റിംഗ് പ്രസ്സാണ്. അവിടെയും ലക്ഷക്കണക്കിന് രൂപയുടെ മെഷീനുകൾ മാത്രമുണ്ട്. അതിൻ്റെ ഉടമ അല്പസമയം മുമ്പ് നമ്മളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു സാധനം പോലും ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ അതിൻ്റെ വാതിൽ പടിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിന്റിംഗ് പ്രസ്സിൻ്റെ അകത്തേക്ക് തന്നെ വെള്ളം ഇരച്ചു കയറിയിരിക്കുന്നു. മെഷീനുകളൊന്നും അദ്ദേഹത്തിന് മാറ്റാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പരമാവധി വേഗത്തിൽ ഇവിടെ നിന്നും സാധനങ്ങൾ മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെയധികം ആശയം കൂടിയാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചത്. കാരണം വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, നമുക്കറിയാം, ഒരു പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം ഉപകരണങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ആ പ്രിന്റിംഗ് പ്രസ്സിൻ്റെ അകവശമാണ് നാം കാണുന്നത്. ഇതിനകത്തുള്ള മെഷീനുകളൊക്കെ പരമാവധി വേഗത്തിൽ അവർ അകത്തേക്ക് മാറ്റാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ സാധനങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടോ? കുറച്ച് നമ്മൾ മേളത്തെ നിലയിലേക്ക് മാറ്റി. വന്നപ്പോഴത്തേനും പറഞ്ഞില്ലേ, സ്റ്റാഫ് ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി. ഡോക്യുമെന്റ്സ് കുറെ പോയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഇനി നോക്കിയാലേ അറിയത്തുള്ളൂ. ഇന്നലെ ഈ പ്രസ് അടച്ചിട്ട് വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. രാത്രി 1:30 വീടിൻ്റെ അവിടെ വലിയൊരു ശബ്ദം കേട്ടുകൊണ്ട് എഴുന്നേറ്റ് ചെന്നപ്പോഴാണ് അതൊരു പെരുമ്പാമ്പ് വെള്ളത്തിൽ വീണതാ. അവിടെ കരയ്ക്ക് കയറിയ പെരുമ്പാമ്പ് വെള്ളത്തിൽ വീണ പട്ടി വരച്ചപ്പോഴാണ് ചെല്ലുന്ന അറിയുന്നത്. 2018 മഹാപ്രളയത്തിൽ അങ്ങേക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലേ? 1.5 കോടി രൂപയ്ക്ക് മേളിൽ ടോട്ടൽ ലോസ് ആയിരുന്നു. വീടും ഈ സ്ഥാപനവും നഷ്ടപ്പെട്ടതാണ്. അതിൽ നിന്നെല്ലാം ഒന്ന് പച്ച പിടിച്ച് റെഡിയായി വന്നതാ. വലിയ നഷ്ടങ്ങൾ ഇപ്പോൾ ഇല്ല, ദൈവം സഹായിച്ച്. ഇതിനി വെള്ളം കൂടാതിരുന്നാൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ വെള്ളം കൂടാതിരുന്നാൽ നഷ്ടമൊന്നുമില്ല. നഷ്ടത്തിൽ പറഞ്ഞാലും നമുക്ക് സഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് മേളിലോട്ട് കയറിയാൽ. ഓക്കെ, നമുക്ക് പയ്യാനത്തോട്ടത്തിലേക്ക് ഒന്ന് പോകാം. അവിടെ പൂഞ്ഞാറിൽ പയ്യാനത്തോട്ടിൽ ഒരു മരണം സംഭവിച്ചിരുന്നു. അവിടെ നമ്മുടെ പ്രതിനിധി എത്തിയിട്ടുണ്ട്. പയ്യാനത്തോട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കൊടുക്കാം. ഒരിടത്ത് റാന്നിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, പാലായിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, കോലാഹലമേട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, പയ്യാനത്തോട്ടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇനി നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്. അവിടെയും ഒരു ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. വലിയ ഉരുൾപൊട്ടൽ അല്ലെങ്കിലും ചെറിയൊരു ഉരുൾപൊട്ടൽ ആ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. പയ്യാനത്തോട്ടത്തിൽ ഇപ്പോൾ നമ്മളുടെ പ്രതിനിധിയുണ്ട്. അഖിൽ, എന്താണ് പയ്യാനിത്തോട്ടത്തിൽ നിന്നുള്ള കാഴ്ചകൾ? പയ്യാനിത്തോട്ടത്തിൽ ജോസഫിൻ ജോണി മരിച്ചു എന്നുള്ളൊരു വിവരമാണ് വരുന്നത്. റജീന അമ്മ അതിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു വീട്ടിൽ നിന്നുള്ള വിവരമാണ് ആദ്യം നമ്മൾ അറിഞ്ഞത്. അങ്ങനെ തന്നെയാണോ? റജീനയെ പുറത്തെത്തിക്കാൻ സാധിച്ചോ?
ഡോക്ടർ അരുൺകുമാർ, ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത്, അതായത് ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയ, അതായത് ഉരുൾ പൊട്ടി താഴേക്ക് വന്ന ഏറ്റവും ആദ്യത്തെ ഭാഗത്താണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലത്തെ ഒരു വെള്ള ഭാഗത്തുണ്ട്. അവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ തുടങ്ങുന്നത്. താഴേക്ക് ഏകദേശം ഒരു 250 മീറ്ററോളം പൂർണ്ണമായും ഈ ഒരു തെക്കിൻ തോട്ടമൊക്കെയാണ്. അതിന്റെ ഒരു ഭാഗം മൊത്തം പൂർണ്ണമായും താഴേക്ക് ഒലിച്ചു പോയാണ് ഇത്തരത്തിൽ ഈ ജോണി എന്ന് പറയുന്ന ആളുടെ വീട്ടിന്റെ മുകളിലേക്ക് പതിക്കുന്ന. അവിടെ ഉണ്ടായിരുന്ന ജോസ്ഫിനും ഒപ്പം തന്നെ അമ്മ റജീനയും ഇതിനുള്ളിലേക്ക് പെടുകയായിരുന്നു. കുറച്ച് സമയം മുമ്പ് ജോസ്ഫിനെ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചു, പക്ഷേ ജീവൻ ഉണ്ടായിരുന്നില്ല. റജീനയ്ക്ക് ആയിട്ടുള്ള തിരിച്ചിൽ ഇപ്പോഴും താഴെ തുടരുകയാണ് എന്നുള്ളതാണ്. ഒരു ഭാഗം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും, പൂർണ്ണമായും ഒലിച്ചിറങ്ങി താഴേക്ക് പോയൊരു സാഹചര്യമാണ് എന്നുള്ളതാണ്. നമ്മൾ ഇവിടുത്തെ പ്രദേശവാസികളോട് സംസാരിച്ചപ്പോൾ ഒരു 15 വർഷം മുമ്പ് ഇവിടെ ഇതിനു മുമ്പും ഇത്തരത്തിലൊരു ഉരുളുപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു നാട്ടുകാരനായിട്ടുള്ള ഒരു ചേട്ടനുണ്ട്. ചേട്ടാ, ഇത് എത്ര ഇതിനു മുമ്പ് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്? ഒരു 15 വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ, ഇതൊരു 2:30 മണി ഒക്കെ ആയി കാണും. 2-2:30 മണി. ഞങ്ങൾ അറിയുമ്പോൾ 2:30 ആയി പുലർച്ചെ. ആ, അവിടെ ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വീടിന്റെ സൈഡിൽ കൂടെയാണ് പോയത്. ഓ, രക്ഷപ്പെട്ടു. ആ, ഭാഗം മൊത്തം പോയിട്ടുണ്ട്. കിട്ടിയിട്ടില്ല, തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ, അതെ, പണ്ട് പോലെ ഭീഷണിയുള്ള സ്ഥലമായിരുന്നു. തൊട്ട ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറത്ത് നിന്നാ, 100 മീറ്റർ ഇല്ല, 50 മീറ്റർ അപ്പുറത്ത് നിന്നാണ് പോയിരിക്കുന്നത്. പ്രതീക്ഷിക്കാം, കാരണം ഇതുപോലെ നിൽക്കുന്നിടത്ത് ചിലപ്പം ഇനിയും ഉണ്ടാകാൻ വഴിയുണ്ട്. ാണ് ഇനിയും ഒരുപക്ഷെ ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. പുലർച്ചെ 2:30 കൂടിയാണ് ആളുകൾ അറിയുന്നത്. അപ്പോൾ അതിനു മുൻപ് എപ്പോഴും ആണ് ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെയുള്ള പൂർണ്ണമായും ഈ മണ്ണ് ഒലിച്ച് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും താഴെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ആ വീടിന്റെ ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ പ്രേക്ഷകരെ കാണിക്കാം. ഇപ്പോഴും ഈ റജീന വീടിനുള്ളിൽ കുടുങ്ങി കിടക്കുകയാണോ? പയ്യാനിത്തോട്ടത്തിൽ ജോസഫിൻ ജോണിയുടെ ചിത്രമാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ ഒരാളെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ. ഈ റജീനയാണോ? ഡോക്ടർ അരുൺകുമാർ, അത് ജോസ്ഫിനെ പുറത്തേക്കെടുത്ത ദൃശ്യങ്ങളായിരുന്നു. അതായത് അവര് രാവിലെ ജോസ്ഫിനെ പുറത്തേക്കെടുത്തതായിരുന്നു അത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളത് ഏറ്റവും മുകൾ വശത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മളിനി കുറച്ച് താഴെയാണ് ഇതിന്റെ രക്ഷാപ്രവർത്തനവും മറ്റു കാര്യങ്ങളും നടക്കുന്നത്. ജോസ്ഫിന്റെ റജീനെ ഇപ്പോഴും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള പരിശോധനകളും മറ്റു കാര്യങ്ങളും താഴെയുണ്ട്. ഇവിടെ ഒരു സമീപത്തായി തന്നെ ഒരു വീട് കാണാം. അതായത് ഈ മണ്ണൊലിച്ചു പോയതിന് സമീപത്തായി തന്നെ ഒരു വീടുണ്ട്. അതിന് സമീപത്ത് കൂടിയാണ് ഈ മണ്ണ് കുത്തി ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും മറ്റ് ഈ ഒരു വീടിന് മുകളിലേക്ക് മാത്രമായിട്ടാണ് മണ്ണ് പതിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് താഴെ മറ്റു വീടുകളിൽ, ഇതിന് താഴെ കുറച്ച് വീടുകളുണ്ട്. ഒരു വീടിന് മുകളിലേക്കാണ് ഒരു വീടിന് മുകളിലേക്കാണ് വീണിരിക്കുന്നത്. ഒരു 300 മീറ്ററോളം താഴെ. വണ്ടംപ്ലാവ് എന്നാണ് സ്ഥലത്തിന്റെ പേര്. വണ്ടംപ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വീട്. ഇവര് മാത്രമായിരുന്നു ആ വീട്ടിലെ ഈ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആ മോൻ്റെ പിതാവ് തൊട്ടടുത്തുള്ളൊരു വീട്ടിലെ സഹായത്തിന് വേണ്ടിയിട്ട് ഒരാൾ മാത്രമുള്ളൊരു വീടുണ്ട്. അപ്പോൾ അവിടെ സഹായത്തിന് വേണ്ടിയിട്ട് രാത്രി അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അമ്മയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ പറയുന്നത്. എന്തായാലും നമ്മൾ അല്പസമയത്തുള്ളിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് കൂടി എത്തും. ഇപ്പോൾ നമ്മൾ എന്തായാലും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ഏറ്റവും തുടക്ക ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. തൊട്ട് താഴെയായിട്ടാണ് ഈ രക്ഷാപ്രവർത്തനവും മറ്റു കാര്യങ്ങളും നടക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, പ്രിയ പ്രേക്ഷകരെ, കോട്ടയത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാലാ നഗരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. റാന്നി നഗരത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. കോട്ടയത്ത് പയ്യാനിത്തോട്ടത്തിൽ ഒരു മരണം സംഭവിച്ചു. കോലാഹലമേട്ടിലും മരണം സംഭവിച്ചിട്ടുണ്ട്. അടൂർ മലയിലും ഇപ്പോൾ മരണം സംഭവിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള കാഴ്ചകളും തത്സമയം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. കൂടുതൽ വിവരങ്ങളും മഴയുടെ കെടുതിയുടെ വിവരങ്ങളുണ്ട്, മഴ മുന്നറിയിപ്പുകളുണ്ട്. റിപ്പോർട്ടർമാർ എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും തത്സമയ ദൃശ്യങ്ങൾ നൽകാൻ പ്രേക്ഷകർക്കൊപ്പം ചേർന്നിട്ടുണ്ട്.